നമസ്കാരം. PVC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നാടും നഗരവും ഓണ വൈബിലേക്ക്. വിവിധ സ്കൂളുകളിൽ ഓണം ആഘോഷിച്ചു. തൊടുപുഴ യൂണിയൻ ശാഖാ നേതൃത്വ സംഗമം സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തിലെ മുല്ലക്കാനത്തെ കൃഷിഭവന്റെ കെട്ടിടവും മഴമറയും കാട് കയറി നശിക്കുകയാണെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ. മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച് SFI മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാരപ്പെട്ടി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടന്ന ഫർണിച്ചർ വിതരണോദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. നാടും നഗരവും ഓണ വൈബിലേക്ക്. സദ്യക്കുള്ള ശർക്കര വരട്ടിയും ഉപ്പേരിയുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവില കുതിച്ചു കയറിയത് പ്രതികൂലമായി ബാധിച്ചുവെങ്കിലും ഓണക്കാലം എത്തിയതോടെ ശർക്കര വരട്ടി ഉപ്പേരി വിപണി സജീവമായി. ഓണസദ്യക്ക് ഇലയിട്ടാൽ ഉപ്പേരിയും ശർക്കര വരട്ടിയും എത്തിയിരിക്കണം. അത് നിർബന്ധം. പണ്ടൊക്കെ വീട്ടിൽ ഒന്നിച്ചിരുന്നാണ് ഏത്തക്കായ അരിയുന്നതും വറുക്കുന്നതുമെങ്കിൽ ഇന്ന് പാക്കറ്റിലേറി വരണം. വീടുകളിൽ വറുക്കുന്ന ശീലം മാറ്റാത്തവരുമുണ്ട്. വീട്ടുവളപ്പിൽ വിളഞ്ഞ നേന്ത്രക്കായകൾ കുത്തിയിട്ട് തൊലി കളഞ്ഞ് കനം കുറച്ചരിയും. എന്നിട്ടത് ഇരുമ്പ് ചട്ടിയിലെ തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയിൽ മൊരിയിക്കും. അപ്പോൾ ഒരു മണം വരും. ഇതാണ് ഓണത്തിന്റെ ആദ്യ പ്രഖ്യാപനം. ഉപ്പേരിയില്ലാതെ നോ ഓണസദ്യ. ശർക്കര വരട്ടിയും അങ്ങനെ തന്നെ. അടിമാലിയിൽ നിന്നാണ് ജില്ലയിലേക്ക് നാടൻ ഏത്തയ്ക്ക കൂടുതലായി എത്തുന്നത്. 40 മുതൽ 50 രൂപ വരെയാണ് മൊത്ത വിപണിയിൽ കായ കിലോയ്ക്ക് വില. പക്ഷേ ഉപ്പേരിക്ക് കിലോ വില 540 മുതൽ 580 രൂപ വരെയാണ്. സ്ഥാപനങ്ങൾക്കനുസരിച്ച് വിലയിൽ കൂടുതലും കുറവുമുണ്ടാകും. ശരാശരി 550 എന്ന് പരിഗണിക്കാം. വെളിച്ചെണ്ണ വില കുത്തനെ കൂടിയതോടെയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ 100 മുതൽ 120 രൂപ വരെ ഉപ്പേരി വില വർദ്ധിച്ചതെന്ന് വ്യാപാരികൾ പറയുന്നു. മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന സിറ്റി ചിപ്സ് ഹൗസ് വാക്കണ്ടത്തിൽ ഓണം പ്രമാണിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രം തയ്യാർ ചെയ്യുന്ന പലഹാരങ്ങൾ, ചിപ്സ് ഐറ്റം, ശർക്കര വരട്ടി, ചീട, പിന്നെ 4 പേരി, പിന്നെ കുടലപ്പം, പിന്നെ അലുവകൾ, ഇടിയിറച്ചി, അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി ഐറ്റം എന്നിങ്ങനെയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന തൊടുപുഴയിലെ ഏക സ്ഥാപനം സിറ്റി ചിപ്സ് ഹൗസ് ഓണത്തിന് വരവേൽപ്പിനായി തയ്യാറായിരിക്കുന്നു. എല്ലാവരെയും സിറ്റി ചിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ജില്ലയിലേക്ക് ഏത്തക്കായ എത്തുന്നുണ്ട്. മേട്ടുപ്പാളയം, സത്യമംഗലം, സേലം, ഗുണ്ടൽപെട്ട്, മൈസൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് നേന്ത്രക്കായകൾ കേരളത്തിലേക്ക് വണ്ടി കയറുന്നത്. ശർക്കര വരട്ടിക്കും 500 രൂപയ്ക്ക് മുകളിലാണ് വില. നാടെങ്ങും ഓണാഘോഷങ്ങൾക്ക് കളമൊരുങ്ങുന്നതോടെ ഉപ്പേരി, ശർക്കര വരട്ടി വിപണി ഉഷാറാകും. തൊടുപുഴ യൂണിയൻ ശാഖാ നേതൃത്വ സംഗമം സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നൽകും. തൊടുപുഴ യൂണിയനിലെ 44 ശാഖകളിലെയും മുഴുവൻ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശാഖാ നേതൃസംഗമം സെപ്റ്റംബർ 1 തൊടുപുഴ മടക്കത്താനം ജോഷ് പവലിയനിൽ നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ
SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകും. തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ സ്വാഗതവും കൺവീനർ PT ഷിബു കൃതജ്ഞതയും രേഖപ്പെടുത്തും. യോഗത്തിൽ 1500-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ഓരോ യൂണിയൻ്റെ കീഴിലും വരുന്ന ശാഖായോഗം നേതാക്കന്മാർ, പോഷക സംഘടനാ നേതാക്കന്മാർ, കുടുംബയോഗ ഭാരവാഹികൾ തുടങ്ങി നേതൃനിരയിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നേതൃസംഗമങ്ങൾ നടന്നു വരികയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വരുന്ന 1-ാം തീയതി തൊടുപുഴ യൂണിയന് കീഴിലുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നേതാക്കന്മാരെയും വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് തുടങ്ങിയ പോഷക സംഘടനാ നേതാക്കന്മാരെയും കുടുംബയോഗ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നേതൃസംഗമം മടക്കത്താന ജോഷ് ഭവനിൽ വെച്ച് 1-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുകയാണ്. ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ SNDP എന്ന സംഘടനയുടെ ശക്തി ഒന്നുകൂടി മുന്നോട്ട് പ്രകടമാക്കുവാൻ വിവിധ വിഷയങ്ങൾ ശാഖായോഗം ഭാരവാഹിയിൽ നിന്ന് കേൾക്കുവാനും നേതൃത്വത്തിന് അതിന് മറുപടി പറയാനും അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ നേതൃസംഘത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ, കൺവീനർ PT ഷിബു, അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങളായ KK മനോജ്, എബി സന്തോഷ്, അഖിൽ സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. രാജാക്കാട് പഞ്ചായത്തിലെ മുല്ലക്കാനത്തെ കൃഷിഭവന്റെ കെട്ടിടവും മഴമറയും കാട് കയറി നശിക്കുകയാണെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ. രാജാക്കാട് കൃഷിഭവൻ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്വന്തം കെട്ടിടം കാട് കയറി നശിക്കുന്നത്. ഈ കെട്ടിടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ ആവശ്യപ്പെട്ടു. രാജാക്കാട് പഞ്ചായത്തിലെ മുല്ലക്കാനത്തുള്ള കൃഷിഭവൻ്റെ കെട്ടിടം വള്ളയും കാടും കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ കെട്ടിടത്തിന് ചുറ്റും പള്ള കയറി ആ കെട്ടിടത്തിൻ്റെ ജനലിലും കതകിലോട്ടൊക്കെ കയറി ആ ജനലും കതകുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലുപരി അതിൻ്റെ വാർക്കകളെല്ലാം ഇത് പള്ള കയറി അടന്നു പോകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ കൃഷിഭവൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്ത് മഴമറ ഉണ്ടാക്കിയെങ്കിലും ആ മഴമറയും കാടും പള്ളയും കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണമായി ഇന്ന് രാജാക്കാട് പഞ്ചായത്തിലെ കൃഷിഭവൻ ഒരു വാടക കെട്ടിടത്തിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ, അതിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിൻ്റെ കാടും പള്ളയും വെട്ടി തെളിച്ച് അത് ഉപകാരപ്രദമായ രീതിയിൽ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ആ കെട്ടിടത്തെ സംരക്ഷിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത്. മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച് SFI മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. SFI മൂന്നാർ ഏരിയ സെക്രട്ടറി S രഞ്ജിത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ഇല്ലാതായിട്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച് SFI മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അഴിമതികൂടം പഞ്ചായത്ത് നമ്പറിട്ട് നൽകിയില്ല വിദ്യാർത്ഥികളുടെ അവകാശത്തെ. SFI മൂന്നാർ ഏരിയ സെക്രട്ടറി S രഞ്ജിത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. இந்த 2 பேருக்குள்ள ஈகோ பிரச்சனத்தினால இங்கே பாதிக்கப்படுறது அந்த கேம்பஸில் இருக்கிற 120 பிள்ளைங்களும். அதில் கரண்ட் இல்லாத காரணத்தினால ஒன்று டாய்லெட்டு போகிறதுக்குள்ளே தண்ணிக்குள்ளே ஸ்பெஷலிஸ்ட்டு இல்லை. அது மட்டும் இல்லை, 2018 அங்கே ஒரு புதிய பில்டிங் கட்டினாங்க. அந்த புதிய பில்டிங்க்கு அப்புறம் இங்கே உள்ள பஞ்சாயத்து காங்கிரஸ் பறிக்கும் நரிகட்ட பஞ்சாயத்து, ஒரு பஞ்சாயத்து நம்பர் கூட கொடுக்க தகுதி இல்லாத பஞ்சாயத்து மூணாறு பஞ்சாயத்தாக இப்போ மாறி இருக்குது. ஒரு ஸ்கூலுக்கு ஒரு பஞ்சாயத்து நம்பரும் கூட போட்டு தர முடியாத
மூணாறு பஞ்சாயத்து யூடிஎஃப் பறிக்கக்கூடிய பஞ்சாயத்து, நரிகட்ட பஞ்சாயத்து இருக்கிறது. இங்கே உள்ள மாணவ மாணவிகளுக்கு அவமானமாக இருக்குது. தயவு செஞ்சு இந்த சமரம், எஸ்எஃப்ஐ இன்னைக்கு எடுத்திருக்கிற சமரம் ஒரு சூஜன சமரம் மட்டுமே. இது 2 நாளைக்குள்ள எங்களுக்கு இது தீர்மானம் ஆக்கி கொடுக்கல என்றால் எஸ்எஃப்ஐ அனுஷ்டகால சமரம் இந்த பஞ்சாயத்துக்கு முன்னாடி எடுக்கும் என்று ഉറുതി കൂറുകേൻ. അത് മറ്റുമില്ല. ജോൺ നികേഷ് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി. അശ്വിൻ, അരുൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന് നമ്പർ നൽകാത്തത് മൂലം കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ നിരവധി തവണ നമ്പറിനായി അപേക്ഷ നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും SFI ആരോപിക്കുന്നു. വൈദ്യുതി ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചെങ്കിലും കെട്ടിട നമ്പർ ഇല്ലാത്ത കാരണം പറഞ്ഞ് ബന്ധപ്പെട്ടവർ അപേക്ഷ നിരാകരിക്കുകയാണ് ഉണ്ടായതെന്നും പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്കൂളിലെ ലാബിൻ്റെ പ്രവർത്തനം താളം തെറ്റി. ശുചിമുറികളിൽ വെള്ളവും ചുമന്നെത്തിക്കേണ്ട സ്ഥിതിയുമുണ്ട്. കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ ഓണോത്സവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തിയ ഓണക്കളികൾ വിദ്യാർത്ഥികളിൽ ആവേശമുണർത്തി. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ ഓണോത്സവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ അജിത് കുര്യൻ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളുമായി പഠിക്കാൻ വന്നിരിക്കുന്ന 3 കോഴ്സുകളിലായിട്ട് പഠിക്കുവാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോഴ്സ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ്, ഈ 3 കോഴ്സുകളിലുമായി 130 കുട്ടികൾ പഠിച്ചു വരുന്നു. അവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ വർഷം ഇവിടെ ആഘോഷിക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ആദരണീയനായ മുഹമ്മദ് റിയാസ് സാർ ചെയർമാനായിട്ടും ടൂറിസം സെക്രട്ടറി വൈസ് ചെയർമാനായിട്ടും ടൂറിസത്തിൻ്റെയും ഹോട്ടൽ ഇൻഡസ്ട്രിയിലെയും വിദഗ്ധരടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് കൗൺസിലുമാണ് ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിലെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനും ടീം സ്പിരിറ്റ് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു വേദിയായി ഇന്നത്തെ ഈ ഓണാഘോഷം ഇവിടെ നന്നായി നടന്നു വരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. തുടർന്ന് കസേരകളി മത്സരം, അത്തപ്പൂക്കള മത്സരം, മാവേലി മന്നൻ, സുന്ദരിക്ക് പൊട്ടുതൊഴിൽ, മലയാളി മങ്ക, മലയാളി മന്നൻ, ലെമൺ സ്പൂൺ റേസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ എന്നീ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ 130 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം ഇടുക്കി ജില്ലയിലെ മികച്ച ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ നടത്തുന്ന സർക്കാർ സ്ഥാപനമാണ്. ഫുഡ് പ്രൊഡക്ഷൻ ബാച്ചിലെ വിദ്യാർത്ഥികൾ വിഭവസമൃദ്ധമായ ഓണസദ്യ ഓണോത്സവ് 2025 സ്വാഗതം. തുടർന്ന് നടന്ന സമാപന യോഗത്തിൽ പ്രിൻസിപ്പൽ അജിത് കുര്യൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓഫീസ് സൂപ്രണ്ട് ഗ്രേസി കെയർ, അധ്യാപകരായ നിഖിൽ ശ്രീനിവാസ്, ഷിജി വർഗീസ്, സോണ തുളസി, സൗദാമോൾ, സിന്ധു, സിമി മധു എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളും പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഞ്ഞിക്കുഴി CHCയിൽ ഉടൻ കിടത്തി ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി അറിയിച്ചു. അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ബിനോയ് വർക്കി ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നിലവിൽ 5 ഡോക്ടർമാരും അത്യാവശ്യ ജീവനക്കാരും ഉണ്ടെങ്കിലും 1.5 മാസമായി കിടത്തി ചികിത്സ നിർത്തിവെച്ചത് മെഡിക്കൽ ഓഫീസറുടെ വീഴ്ചയും സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുമാണെന്ന് ബിനോയ് ആരോപിച്ചു. നിലവിലെ കഞ്ഞിക്കുഴി CHCയിൽ 4 ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 3 PSC നിയമനങ്ങളാണ് ഉള്ളത്. അതിൽ 1 മെഡിക്കൽ ഓഫീസർ ഡയാന, 2 അമൃത രവി, അതും PSC നിയമനമാണ്. 3ാമത് PSC നിയമനം വരാത്തതുകൊണ്ട് ഹീര എന്ന് പറഞ്ഞൊരു ഡോക്ടറെ DMO ആ പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ സോബിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയുമായി കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട്
ഇടുക്കി DMO കരിഷ്മ എന്നൊരു ഡോക്ടറെയും കൂടി അങ്ങോട്ട് നിയമിച്ചിട്ടുണ്ട്. NHMൻ്റെ ഡോക്ടറാണ്. ഇപ്പോൾ നിലവിൽ കഞ്ഞിക്കുഴി CHSയിൽ 5 ഡോക്ടർമാരുണ്ട്. ഇന്നേ ദിവസം കഞ്ഞിക്കുഴിയിൽ 5 ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇത്രയും ഡോക്ടർമാരുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ കിടത്തി ചികിത്സ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ ഓഫീസർ ധാർഷ്ട്യമായ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. KGMOയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, അതായത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളതും 18 വാർഡുകളിലായി 10,000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതുമായ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് കഞ്ഞിക്കുഴി. യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള പഞ്ചായത്തിലെ ഏക സർക്കാർ സ്ഥാപനമാണ് കഞ്ഞിക്കുഴി CHC. ഇവിടെ ചികിത്സ തടസ്സപ്പെട്ടതോടെ ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കേണ്ട അവസ്ഥയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കഞ്ഞിക്കുഴി CHCയിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നല്ല ലാഭവും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 69 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വർക്കി പറഞ്ഞു. ഒരു ജനറേറ്ററിൻ്റെ കുറവാണ് നിലവിലുള്ളത്. അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് വാങ്ങേണ്ടത് മെഡിക്കൽ ഓഫീസറാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സിക്കാതിരുന്നത് നേരിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. ചികിത്സ നിഷേധിച്ചതിന് സർക്കാർ അനുകൂല സംഘടനയായ KGMO ജില്ലാ പ്രസിഡന്റ് ഡോക്ടർമാർക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു. ഇത് രോഗികളോടുള്ള വെല്ലുവിളിയാണെന്നും ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന സർക്കാർ അനുകൂല സംഘടനയുടെ നടപടി ന്യായീകരിക്കാനാവില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. ഉടൻ കിടത്തി ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ആശുപത്രി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും ബിനോയ് വർക്കി മുന്നറിയിപ്പ് നൽകി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ഓണം ക്യാമ്പ് യുവ 2K25 ഉദ്ഘാടനവും മുഖ്യമന്ത്രി അവാർഡ് ജേതാക്കൾക്ക് അനുമോദനവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ ഓണം ക്യാമ്പ് യുവ 2025 ഉദ്ഘാടനം ഇടുക്കി അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ 2025 വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയ മുൻ DAയും തൊടുപുഴ DYSP ഓഫീസ് SIയുമായ PM മുഹമ്മദ് അനസ്, സ്കൂൾ PTA അംഗവും SPCOയുമായ ദീപു ബാലൻ എന്നിവരെ അനുമോദിച്ചു. കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ SHO VC വിഷ്ണുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയി ജോർജ്, HM സജി മാത്യു, PTA പ്രസിഡന്റ് ജോസൻ ജോൺ, സീനിയർ അധ്യാപിക ബിന്ദു ജോർജ്, അധ്യാപക CPOമാരായ ബിന്ദു KA, എലിസബത്ത് മാത്യു എന്നിവർ സംസാരിച്ചു. അധ്യാപക പ്രതിനിധികളായ സെൽജോ ജോസഫ്, ഷാരോൺ വർഗീസ്, ഇതര ക്ലബ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കമീനോ വാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? സാന്റിയാഗോയിലെ സെന്റ് ജെയിംസ് കത്തീഡ്രലിലേക്കുള്ള തീർത്ഥാടനമാണ് കമീനോ വാക്ക്. വെല്ലുവിളി നിറഞ്ഞ ആ യാത്ര ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുകയാണ് തൊടുപുഴ സ്വദേശികൾ. മുട്ടം കക്കുഴി ജോർജ് വർക്കിയും ഭാര്യ ഗ്രേസിയുമാണ് 800 കിലോമീറ്റർ താണ്ടി കമീനോ വാക്ക് പൂർത്തീകരിച്ചത്. ചുമ്മാ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതല്ല ജോർജും ഗ്രേസിയും. ചില മോഹങ്ങളുടെ പുറകെ അങ്ങ് വെച്ചു പിടിച്ചതാണ്. നടന്ന് 38 ദിവസം കൊണ്ട് 800 കിലോമീറ്ററാണ് ഈ ദമ്പതികൾ താണ്ടിയത്. കമീനോ വാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? സാന്റിയാഗോയിലെ സെന്റ് ജെയിംസ് കത്തീഡ്രലിലേക്കുള്ള തീർത്ഥാടനമാണ് കമീനോ വാക്ക്. വെല്ലുവിളി നിറഞ്ഞ ആ യാത്ര ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുകയാണ് ഇടുക്കി സ്വദേശികൾ. We did it. We did the Camino Santiago walk. 789 kilometers in 42 days with 4 days in between, exploring the cities on the way. And we did it not as completely as a pilgrimage. We did it to celebrate our birthdays. My 70th birthday and Gracie's 69th birthday. It was a test to see if we can do it. If we can do it at this age, this long, strenuous pilgrimage walk. And we are glad to say that we accomplished the mission. 40 വർഷമായി ന്യൂയോർക്കിലാണ് തൊടുപുഴ മുട്ടം കക്കുഴിയിൽ ജോർജ് വർക്കിയും ഗ്രേസിയും. കഴിഞ്ഞ വർഷം തായ്ലാന്റ് യാത്രക്കിടെയാണ് വാഷിംഗ്ടൺ സ്വദേശി ഭാര്യയെ പരിചയപ്പെട്ടത്. ഭാര്യയിൽ നിന്നാണ് കമീനോ ഡി സാന്റിയാഗോ വാക്കിനെ കുറിച്ച് അറിഞ്ഞത്. വെല്ലുവിളികൾ ഏറെയുണ്ടെന്ന് കേട്ടതോടെ താല്പര്യം കൂടി. ഈ പ്രായത്തിൽ ഇത്ര വലിയൊരു യാത്ര പൂർത്തിയാക്കാനാകുമോ എന്ന വെല്ലുവിളിയാണ് ഞങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചതെന്ന് ജോർജ് പറഞ്ഞു.
ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കമീനോ ഡി സാന്റിയാഗോ എന്ന് പറഞ്ഞത് നടക്കുന്ന ഒരു പരിപാടി. അതായത് പല റൂട്ടുണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഫ്രാൻസിലെ സാൻ ജോൺ പൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ട് 800 കിലോമീറ്റർ നടന്ന് സ്പെയിനിൽ ചെന്ന് സാന്റിയാഗോ, അവിടെ സെൻറ്റ് ജെയിംസിൻ്റെ ഒരു കത്തീഡ്രലുണ്ട്. ആ കത്തീഡ്രലിലേക്ക് ഒരു പിൽഗ്രിമേജ്, അത് തീർത്ഥാടന കേന്ദ്രമാണ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു താല്പര്യം. എനിക്ക് 70 വയസ്സായി. അപ്പോൾ ബേസിക്ക് 69 വയസ്സുമായി. അപ്പോൾ ഒരു 70-ാം വയസ്സിൽ, ഇത് 69-ാം വയസ്സിൽ ഇത്രയൊക്കെ 800 കിലോമീറ്റർ നടന്ന്, അത് റോഡിലൂടെ ഒന്നുമല്ല, റഫായിട്ട് സ്ഥലങ്ങളിലൂടെ കുന്നും മലയൊക്കെ കയറിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച് അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനുള്ള ഷൂസും സാധനങ്ങളൊക്കെ മേടിച്ച് ഏപ്രിൽ 16-ാം തീയതി ഞങ്ങൾ ഫ്രാൻസിൽ ചെന്നു. അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് ഏപ്രിൽ 20-ാം തീയതി നടപ്പ് തുടങ്ങിയിട്ട് മെയ് 31-ന് ആ നടപ്പ് തീർത്തു. തിരിച്ച് ജൂൺ 1-ന് ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോയി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നടപ്പായിരുന്നു അത്. കാരണം ഒരു പ്രോബ്ലംസ് ഉണ്ടായില്ല, അതാണ് ഒരു കാര്യം. കാല് പൊട്ടുമാവട്ടെ, പൊടിയുമാവട്ടെ, ഉളുക്കുമാവട്ടെ ഒന്നും ചെയ്തില്ല. അങ്ങനെ സക്സസ്ഫുള്ളി 42 ദിവസം ആയിരുന്നു നടന്നത്. പക്ഷേ അതിന് 38 ദിവസമേ റീലി ഈ കമീനോ ഡി സാന്റിയാഗോയുടെ ആ പാറ്റിൽ നടന്നുള്ളൂ. 4 സിറ്റികളുണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവിടെ ഓരോ ദിവസം എക്സ്ട്രാ നിന്ന് ആ സിറ്റികൾ കണ്ടു. ലൈക്ക് ബർഗോസ്, ലിയോൺ, പോംപ്ലാനോ, പിന്നെ ലാസ്റ്റ് പോർട്ടോമാരൻ എന്ന് പറഞ്ഞ 4 സിറ്റികളുണ്ട്, സ്പെയിനിലുള്ള സിറ്റികൾ. ആദ്യത്തെ ദിവസം നടന്ന ദിവസം 20-ാം തീയതി നടപ്പ് തുടങ്ങിയിട്ട് അന്ന് തന്നെ പെരിനീസ് മൗണ്ടൻ റേഞ്ച്, അതായത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അവിടെ അതിർത്തി ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ആ മല കയറി ഇറങ്ങിയപ്പോഴേക്കും സ്പെയിനിലായി. ഫസ്റ്റ് ഡേയിൽ തന്നെ ഞങ്ങൾ 24 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ എലവേഷൻ ഗെയിൻ ഉണ്ട്. അതായത് ഇപ്പോൾ കുളവാണ് പോകുന്നതിന് മല കയറുന്നതിൻ്റെ പൊക്കം അതായിരുന്നു. അത് ചെന്നു. പിന്നത്തെ ദിവസങ്ങളിങ്ങനെ ഓരോ സ്റ്റോപ്പുകളിൽ കയറി നിന്ന് ഒരു കമ്പനി ഞങ്ങൾക്ക് എൻ്റെ അക്കോമഡേഷൻസ്, ഹോട്ടലുകളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ വളരെ സക്സസ്ഫുള്ളി ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നു. പല വഴികളിലൂടെ കമിനോ വാക്ക് നടത്താം. ജോർജും ഗ്രേസിയും തുടങ്ങാൻ ഉറച്ചത് ഫ്രാൻസിലെ സെന്റ് ജീൻ പൈഡിൽ നിന്ന്. ഏപ്രിൽ 20-ന് ആദ്യ ദിനം, മെയ് 31-ന് പൂർത്തിയാക്കി. ഇടയിൽ പാംപ്ലോന, ബർഗോസ്, ലിയോൺ, പോർട്ടോമാരിൻ പട്ടണങ്ങളിലായി 4 ദിവസം തങ്ങി. തങ്ങളുടെ കൺമുമ്പിലാണ് ഒരാൾ തളർന്നു വീണത്. പലരുടെ വീഴ്ചകളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. കുന്നുകളും മലകളും, മഴയും മഞ്ഞും കാറ്റും കയറ്റിറക്കങ്ങളും, റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞതും ഇടുങ്ങിയതും, മുന്തിരി, ഗോതമ്പ്, ബാർലി, ചെറുത്തോട്ടങ്ങൾ, പശു, കുതിര ഫാമുകൾ, പള്ളികൾ, അതിമനോഹര പ്രകൃതി തുടങ്ങിയ കാഴ്ചകളുടെ സമൃദ്ധി. 14 മുതൽ 26 കിലോമീറ്റർ വരെ ഒരു ദിവസം നടന്നിട്ടുണ്ട്. 800 കിലോമീറ്റർ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റും കൈവശമുണ്ട്. ജോർജിന്റെയും ഗ്രേസിയുടെയും യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്ത യാത്രയ്ക്ക് ബാഗ് പാക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും. ന്യൂയോർക്കിൽ തിരിച്ചെത്തിയാൽ ഉടൻ അടുത്ത യാത്രയ്ക്ക് ഇറങ്ങും. ഇതിനകം കണ്ടു തീർത്തത് ജപ്പാൻ, ചൈന, കൊറിയ, ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ്, അയർലൻഡ്, പെറു, ചിലി, അർജന്റീന, ബ്രസീൽ, സിംബാബ്വെ, കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ. ന്യൂയോർക്ക് മെട്രോയിൽ മെയിൻ്റനൻസ് സൂപ്പർവൈസറായിരുന്ന ജോർജ് വർക്കിയും ലാബ് ടെക്നീഷ്യനായിരുന്ന ഗ്രേസിയും 2017-ലാണ് വിരമിച്ചത്. അങ്കമാലി കാലടി കുറ്റിലിക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മധ്യ കേരളത്തിലെ ക്ഷീരകർഷക മേഖലയെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ PDDP ഡയറിയുടെ ബോർഡ് സെക്രട്ടറിയായി കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം സ്വദേശിയായ KJ ബോബനെ തെരഞ്ഞെടുത്തു. നിലവിൽ പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റും കേരള സംസ്ഥാന റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഡയറക്ട് ബോർഡ് മെമ്പറും കോതമംഗലം റബ്ബർ മാർക്കറ്റിംഗ് സംഘം പ്രസിഡന്റും റൂബക് ബലൂൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറുമാണ്. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് സജീവമായ KJ ബോബൻ മികച്ച ക്ഷീരകർഷകൻ കൂടിയാണ്. ഭാര്യ ഷിബി ബോബൻ നിലവിൽ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. 40 വർഷമായി കൃഷിയും അതുപോലെ തന്നെ ക്ഷീര കർഷക മേഖലയിലും സജീവമായി പ്രവർത്തിക്കുന്ന കക്ഷിയാണ് ഞാൻ. പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷിക്കാരാണ്. ഇപ്പോൾ PDDPയിലെ ബോർഡ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഈ സ്ഥാനലബ്ധി ഞാൻ PDDPയിലെ ക്ഷീര കർഷകർക്കും അതുപോലെ തന്നെ PDDPയുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട്. കോതമംഗലത്ത് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി അധ്യാപകരുടെ തിരുവാതിരയും മലയാളി മംഗ മത്സരവും നടന്നു.
കോതമംഗലം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ മതങ്ങളുടേതായിട്ടുള്ള ഒട്ടനവധി ആഘോഷങ്ങളും അത്തരം പരിപാടികളിലും ഒക്കെ നമ്മൾ അതെല്ലാം ആഘോഷിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഓണത്തെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത്തരം ജാതിമത വേർതിരിവുകളൊന്നുമില്ലാതെ മലയാളികൾ ലോകത്ത് എവിടെയുണ്ടെങ്കിലും നമ്മൾ ഒന്നു ചേർത്ത് ഓണം ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ഒരുമയുടെ ഉത്സവം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഈ ഓണത്തെ നോക്കിക്കാണുന്നത്. ഇവിടെ കള്ളവും ചതിയും കള്ളത്തരങ്ങളും പൊളിവചനങ്ങളും ഒന്നുമില്ലാത്ത ആ ഒരു കാലം, ആ ഒരു കാഴ്ചപ്പാട്, ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ ഒരു ഓണനാളുകളിലേക്ക് എത്തുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇവിടെ ഏറ്റവും അർത്ഥവത്തായി തന്നെയാണ് എല്ലാ വർഷവും എല്ലാ ആഘോഷങ്ങളും നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കാറുള്ളത്. അത് ആ നിലയിൽ തന്നെ ഈ വർഷവും ഓണാഘോഷം ഏറ്റവും കളർഫുള്ളായി തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒട്ടേറെ കുട്ടികളുടെ മത്സരങ്ങളുണ്ട്. ഓണസദ്യ അടക്കം ഒരുപാട് പരിപാടികൾ ഇവിടെ അരങ്ങേറാനുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സ്കൂൾ മാനേജ്മെന്റ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ലോക്കൽ മാനേജർ റവറൻഡ് സിസ്റ്റർ പോൾസി CMC അധ്യക്ഷത വഹിച്ചു. ആഘോഷ ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ലിസ് മരിയ CMC, PTA പ്രസിഡന്റ് സിജു പുന്നേക്കാട്, MPTA പ്രസിഡന്റ് അനു ജോൺസൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹെഡ് മിസ്റ്റർ റവറൻഡ് സിസ്റ്റർ റിനി മരിയ CMC സ്വാഗതവും ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ റവറൻഡ് സിസ്റ്റർ ബെൽസി CMC നന്ദിയും രേഖപ്പെടുത്തി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി അധ്യാപകരുടെ തിരുവാതിരയും മലയാളി മംഗ മത്സരവും നടന്നു. ആഘോഷത്തിൻ്റെ ഭാഗമായി ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്ററിന്റെ കീഴിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ബെന്നി പെരികിലത്ത് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരളി രവീന്ദ്രൻ, കേരള ചാപ്റ്റർ ട്രഷറർ തൽഹദ് പൂവച്ചൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രവാസികൾ നേരിടുന്ന പല വിധത്തിലുള്ള നിയമന പ്രശ്നങ്ങൾക്ക് സഹായം എത്തിക്കുക, പ്രവാസികളെ നിയമപരമായി ശാക്തീകരിക്കുക എന്നതാണ് പ്രവാസി ലീഗൽ സെല്ലിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. വിരമിച്ച ജഡ്ജിമാർ, അഭിഭാഷകർ, പ്രവാസി പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അടങ്ങുന്നതാണ് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഘടന. തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു. ബെന്നി പെരികിലത്ത് പ്രസിഡന്റായും, ടോം എടയോടി, മിനി ജോൺ കളപ്പുര എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, ജോയ് ജോൺ PDAക്കൽ സെക്രട്ടറിയായും, ജോസഫ് സെബാസ്റ്റ്യൻ മണ്ണാറുവേലി, അനു ബെന്നി പെരികിലത്ത് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും, ജിംസൺ ജോസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോസ് നടക്കുഴയ്ക്കൽ, KD മാത്യു, ജേക്കബ് ആലപ്പാട്ട്, ഷാജു പോൾ കൊന്നക്കൽ, അഡ്വക്കേറ്റ് സണ്ണി മാത്യു, അനീഷ് തോമസ് കാപ്പിൽ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുക്കപ്പെട്ടു. വാരപ്പെട്ടി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടന്ന ഫർണിച്ചർ വിതരണ ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഫർണിച്ചർ വിതരണം നടത്തിയത്. വാരപ്പെട്ടി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. വാരപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കോഴിപ്പള്ളി, വാരപ്പെട്ടി, ഇളങ്ങവം സർക്കാർ സ്കൂളുകൾക്കാണ് ക്ലാസ് മുറികളിലേക്കും ഓഫീസുകളിലേക്കുമുള്ള ഫർണിച്ചറുകൾ വിതരണം ചെയ്തത്. ഫർണിച്ചർ വിതരണ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അധികാര PTAയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലുള്ള 3 സ്കൂളുകളും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളും എല്ലാം ഹൈടെക് ഫർണിച്ചറുമാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അത് ഈ ചിങ്ങമാസത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഫർണിച്ചറിൻ്റെ വിതരണ ഉദ്ഘാടനം നടത്താമെന്ന് പഞ്ചായത്ത് ആഗ്രഹിച്ചു മാറി എല്ലാ ഫർണിച്ചറുകളും പഴയതെല്ലാം മാറ്റി പുതിയതായിട്ട് മാറ്റി ഇന്ന് ഈ കോഴിപ്പള്ളി ഹൈടെക് സ്കൂളിൽ ഈ ഫർണിച്ചറിൻ്റെ വിതരണം ഇവിടെ നടത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല തരത്തിലുള്ള ഹൈടെക് ഫർണിച്ചർ നൽകുകയും അവർക്കൊരു ഹൈടെക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വാരപ്പെട്ടി സ്കൂളുകളിലും ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, പഞ്ചായത്ത് അംഗങ്ങളായ MS ബെന്നി, ദീപ ഷാജു, ഷെജി ബ്ലസി, KK കുട്ടൻ, ഇംപ്ലിമെന്റ് ഓഫീസർ ഷെമി ജോർജ്, സ്കൂൾ പ്രധാന അധ്യാപകരായ ബിജോ KK, സണ്ണി PV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നാടും നഗരവും ഓണ വൈബിലേക്ക് വിവിധ സ്കൂളുകളിൽ ഓണം ആഘോഷിച്ചു. തൊടുപുഴ യൂണിയൻ ശാഖാ നേതൃത്വ സംഗമം സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തിലെ മുല്ലക്കാനത്തെ കൃഷിഭവന്റെ കെട്ടിടവും മഴ മറിയും കാട് കയറി നശിക്കുകയാണെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ. മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച് SFI മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാരപ്പെട്ടി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടന്ന ഫർണിച്ചർ വിതരണോദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.